ഉപതെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടന്ന ഒഞ്ചിയത്ത് CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് RMP പഞ്ചായത്ത് ഭരണം നിലനിർത്തി. മലപ്പുറം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. പാലക്കാട് മുനിസിപ്പാലിറ്റി 2ാം വാർഡിലേക്ക് നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മികച്ച വിജയം നേടി. CPM-ലെ രാജാറാം തൈപ്പള്ളിയെ 308 വോട്ടുകൾക്കാണ് RMP-യിലെ P. ശ്രീജിത്ത് തോൽപ്പിച്ചത്. 5ാം വാർഡ് നിലനിർത്തിയതോടെ ഒഞ്ചിയം പഞ്ചായത്ത് RMP തന്നെ ഭരിക്കും. UDF പിന്തുണയോടെയാണ് RMP പഞ്ചായത്ത് ഭരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി വോട്ടർമാർ നിലകൊണ്ടതിൻ്റെ വലിയ വിജയമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ 126 വോട്ടുകൾ തള്ളിക്കുകയും ക്രമരഹിതമായി 81 വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പാലക്കാട് നഗരസഭയിലെ 2ാം വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിപിൻ VS 421 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു. കോൺഗ്രസ് കൗൺസിലറായിരുന്ന ശരവണൻ അവിശ്വാസ പ്രമേയത്തിന്റെ തലേദിവസം രാജിവെച്ച് BJP-യിൽ ചേർന്നിരുന്നു. ഈ ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് മികച്ച വിജയം നേടിയത്. BJP ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ വീണ്ടും അവിശ്വാസം കൊണ്ടുവരുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.